ശബരിമലയിൽ ഇന്ന് നടന്നത് ഏറ്റവും വലിയ രണ്ട് സംഭവങ്ങളായിരുന്നു. ദൈവതുല്യരായി കാണുന്ന തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസിയായ ED അവിടെ വന്ന് പണി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കളുടെയെല്ലാം ഒപ്പം CPM നേതൃത്വത്തിൻ്റെയും നെഞ്ച് പിടക്കുകയാണ് EDയുടെ വരവോടുകൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് അവരുടെ പണി തുടങ്ങിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി യൂണിറ്റിൽ നിന്നും എത്തിയവർ ECIR രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തവർ ED കേസിലും പ്രതിയാണ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ടവർ എല്ലാം തന്നെ ED കേസിലും പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. PMLA വകുപ്പ് ചേർത്തുകൊണ്ടാണ് അന്വേഷണം. അതുകൊണ്ട് തന്നെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കേസിൽ ED കൂടിയെത്തുന്നതോടെ രാഷ്ട്രീയപരമായ വലിയ ചർച്ചകൾക്ക് ഈ പുതിയ നീക്കം വഴിവെക്കുകയാണ്. നേരത്തെ കേസിന്റെ വിവരങ്ങൾ തേടി റാന്നി കോടതിയിൽ ED അപേക്ഷ സമർപ്പിച്ചത് നമുക്കറിയാം. FIR അടക്കം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ച് ആ അന്വേഷണം ED തരപ്പെടുത്തി എടുത്തത്. എന്നാൽ കോടതി ആവശ്യം അന്ന് നിരസിച്ചിരുന്നു. പിന്നാലെ ED ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് EDയുടെ ആവശ്യം അംഗീകരിച്ചു. അവർക്ക് തന്നെ അറിയാം ചില വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ശബരിമലയിൽ എന്നുള്ളത്. അത് തന്നെയാണ് ഇന്ന് തന്ത്രിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്ന സൂചന. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളതും എന്നതിനാൽ തങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു ED ഹർജിയിൽ പറയുന്നത്. സാധാരണ കരുവന്നൂരിലേക്കും അതുപോലെ ലൈഫ് മിഷനിലേക്കും വന്നതുപോലെ എല്ലാവരെയും വെളുപ്പിച്ചു പോകുന്നതല്ല EDയുടെ ഈ അന്വേഷണം എന്ന് BJP തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ശബരിമലയിലും അന്വേഷണം പാളിയാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുറപ്പാണ്. ഈ കേസിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ED കേസെടുക്കാൻ അനുമതിക്കായി ഡൽഹിയിലേക്ക് വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. കേസെടുക്കാൻ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ED ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പത്മകുമാർ, N വാസു, വിജയകുമാർ തുടങ്ങിയ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കളുടെയും ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുള്ളവരുടെയും രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല CPM നേതൃത്വത്തിന് തന്നെ വലിയ തിരിച്ചടിയുണ്ടാകുന്ന സംഭവമാണ്. സ്വത്ത് കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു കേസിൽ ഒരു കുഞ്ഞു മോഷ്ടാവ് പോലും രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഇന്ന് കണ്ട അറസ്റ്റും അതുപോലെ തന്നെ EDയുടെ വരവും. അത് CPM ക്യാമ്പുകളെയും ആശങ്കപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.